ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തേത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വൈകുന്നേരം ചായയുടെ കൂടെ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ഐറ്റം ഇന്നൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ചിക്കനൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ പോളയിലേക്ക് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ചെറിയൊരു മസാല റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 400 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാതെ ചിക്കൻ നല്ലപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലകൾക്കായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഏകദേശം 3/4 ടീസ്പൂൺ അങ്ങനെ വേണ്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട് പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ പുളിയുള്ള തൈരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല നന്നായിട്ട് റെഡിയാക്കി പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ നല്ലപോലെ ചിക്കനിലൊക്കെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. സമയമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുണ്ടായത്. അതിലേക്ക് നമ്മുടെ മസാലയോട് കൂടി ആ ചിക്കൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോർമൽ എല്ലാവർക്കും ഫ്രൈ ചെയ്യാൻ അറിയാമല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ ഇതിലേക്ക് വെള്ളവും കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ തൈരൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും. ഇനി ആ ഒരു വെള്ളമൊക്കെ ഇതുപോലെ നന്നായിട്ട് വെള്ളം വന്നതിന് ശേഷം അതൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അത്രയും പരിപാടിയുള്ളൂ കേട്ടോ. വേറെ മസാലകളൊന്നും എക്സ്ട്രാ ഇനി വയറ്റോ ഒന്നുമില്ല. ഇതേ പരിപാടിയുള്ളൂ കാര്യമായിട്ട്. ബാക്കിയൊക്കെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് മുതൽ 1/3 കപ്പ് വരെ അളവിൽ ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നല്ല തിക്കായിട്ടുള്ളത്. പിന്നെ വേണ്ടത് സ്ലൈസ്ഡ് ചീസ് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 to 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര. പിന്നെ വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്, ഒരു 3 വലുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതാണെങ്കിൽ ഒരു 4-5 ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇനി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സ്പൂൺ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലും തിക്കാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടു 1-2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, എത്രത്തോളം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട്. നമുക്ക് ഇനി ഒരു പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ബ്രെഡ്, ഇത് മൂന്നും വെച്ചിട്ട് ചെയ്യുക കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി ചപ്പാത്തിയും പൊറോട്ടയും വെച്ച് ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി. കാരണം ചിക്കൻ നമ്മൾ എന്തായാലും ചപ്പാത്തി പൊറോട്ട കുബൂസ് ഇങ്ങനത്തെ ഐറ്റത്തിനല്ലേ കൂട്ടി കഴിക്കുക. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഐറ്റത്തിൽ പോള ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡിൽ ചെയ്യുക കുഴപ്പമൊന്നുമില്ല, പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമായത് ഈ ഒരു രീതി ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി വെച്ചിട്ട് കാണിക്കുന്നത്. ചപ്പാത്തി ആകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാമല്ലോ, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതാ നോർമൽ നേരിയതായിട്ട് ചപ്പാത്തി ചൂടാൻ നോക്കുക കേട്ടോ. മാക്സിമം നേരിയതാക്കിയിട്ട് ചെയ്യുക, കാരണം ഓവർ കട്ടിയാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, പോളയല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഞാൻ ഒരു 4 ചപ്പാത്തി ഈ ഒരു അളവിൽ ചെയ്തെടുക്കുന്നുണ്ട്. ചപ്പാത്തി ഇടാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു മുട്ടയുടെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പാൽ കേട്ടോ, പാൽ ഒരുപാട് കൂടണ്ട. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരല്പം ഉപ്പ് 1-2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിൽ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ, ഒരു 1-1.5 സ്പൂണോളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതിയേ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോള സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നെയ്യ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇല്ലേ, അത് ഓരോന്നായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഇല്ലേ, അതിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം പാനിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇല്ലേ, അത് കുറച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണോ അതിങ്ങനെ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങ് പുരട്ടി കൊടുക്കുന്നുണ്ട്.
ക്രീമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിൽ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അത് കുത്തി നിറച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ എല്ലാ ലെയറിലും ചിക്കൻ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല കടിക്കാൻ കിട്ടും കേട്ടോ പോളയിൽ. അപ്പോൾ ഇതാ കുറച്ച് എല്ലാ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവർ അറ്റത്തോട്ട് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ ഇതാ സെക്കൻഡ് സ്റ്റെപ്പ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചപ്പാത്തി മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പുരട്ടിയ പോലെ തന്നെ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ സ്റ്റെപ്പും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടോ. ഓരോ ചപ്പാത്തി നമ്മൾ വെക്കുമ്പോഴും മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ചിക്കൻ ഉണ്ടോ എത്രത്തോളം ചപ്പാത്തി ഉണ്ടോ അതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് മൊത്തത്തിൽ ചെയ്യുക. ലാസ്റ്റ് മുകളിൽ വരുന്ന ഭാഗം ഇതുപോലെ ചപ്പാത്തി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ലെയറിലും ക്രീമും അതുപോലെ തന്നെ ചിക്കനും വെക്കണം കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അടിയിലൊരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓവർ മൊരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് മതി കേട്ടോ, ഒരു സൈഡ് കുക്കാവാനും പിന്നെ ഒരു സൈഡ് കുക്കാവാൻ 5 മിനിറ്റും അത്രയും ടൈം വേണ്ടുള്ളൂ. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും, കാരണം ഓൾറെഡി നമ്മുടെ ചപ്പാത്തിയൊക്കെ കുക്കായതാണല്ലോ, അതുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാ ഒരു സൈഡ് കുക്കാവാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കണേ, അത് മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ഒരു സൈഡ് നമ്മുടെ കുക്കായിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ ചപ്പാത്തി ഇട്ട് വെച്ചിട്ടുള്ള പാനില്ല, അതായാലും മതി, അല്ലെങ്കിൽ വേറെ പാനിലോ അല്ലെങ്കിൽ ഈ പാനിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എങ്ങനെയായാലും നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ആ ഒരു പാനിൽ ഇതാ ഞാൻ നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായത്. ഇനി ഒരു 5 മിനിറ്റ്, ഒരു 4 to 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ, ഒന്ന് ഈ ഒരു സൈഡ് കൂടി മൊരിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഇഫ ചിക്കൻ ബോള റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു ഇഫ ചിക്കൻ ബോള ഇങ്ങനെയല്ല സെർവ് ചെയ്യേണ്ടത്. കറക്റ്റ് സെർവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള ക്രീമില്ലേ, അത് ഇതുപോലെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഈ ഒരു ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് സെർവ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു പെർഫെക്റ്റ് നമുക്ക് ഇഫ ചിക്കൻ്റെ മെയിൻ ഹൈലൈറ്റ് നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ക്രീമും കൂട്ടി കഴിക്കുമ്പോൾ അല്ലേ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു പോളക്കും അങ്ങനെ തന്നെ ഈ ഒരു ക്രീമും നന്നായിട്ട് വേണം കേട്ടോ, എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നോർമൽ പോള പോലെ തന്നെ ആയി പോവുമല്ലോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രീം കഴിക്കാൻ നേരത്ത് മാത്രമാണ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് വെക്കണ്ടു, മുന്നേ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അഥവാ നിങ്ങൾക്ക് ചിലവർക്ക് ക്രീം അങ്ങനെ ഓവർ ഇഷ്ടമുണ്ടാവില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് സെർവ് ചെയ്തിട്ട് ഒരു ബൗളിൽ സെപ്പറേറ്റ് ക്രീം ഡിപ്പായിട്ട് വെച്ചിട്ട് മുക്കിയിട്ട് കഴിച്ചാലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും മതി, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുമല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്